കുടുംബത്തിന് ഒരു മനോഭാവമുണ്ട്. ഫാമിലി മൈൻഡ് സെറ്റ് അപ്പാടെ എടുക്കുകയാണെങ്കിൽ ചിലർക്കൊക്കെ അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മനോഭാവമാണ് കിട്ടുക. അത് മറികടന്ന് തന്റെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവര് ചില കാര്യങ്ങൾ ശീലമാക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഫാമിലി മൈൻഡ് സെറ്റ് കാരണം തങ്ങളുടെ വളർച്ച തടസ്സപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരെല്ലാം ചോദ്യം ചെയ്യാൻ തയ്യാറാകും എന്നുള്ളതാണ്. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്, എന്താണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുക തുടങ്ങിയ രീതിയിൽ അവർ പലതും ചോദിക്കും. അങ്ങനെ മറ്റൊരു വ്യക്തിക്കും കൂടി ഒരു അവസരം കിട്ടുകയാണ്. എന്താണ്, ഇങ്ങനെ ചിന്തിച്ചാൽ പറ്റില്ലല്ലേ, ഇതല്ല അതിന്റെ ഒരു ശരിയായ രീതി എന്നൊക്കെ അവർക്കും ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കും. നമസ്കാരം, ഞാൻ വിദ്യാ നായർ. അപ്പോ ഒന്നാമത്തേത് നമ്മൾ ചോദ്യം ചെയ്യാന്നുള്ളതാ. രണ്ടാമത്തേത് മാറ്റങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. ആ മാറ്റങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. മൂന്നാമത്തേത്, നമ്മൾ വിചാരിച്ചിട്ടൊന്നും ഈ ഒരു ഫാമിലി മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഹോം ടൗൺ ഒക്കെ മാറിപ്പോയി പുതിയൊരു കൾച്ചർ അല്ലെങ്കിൽ പുതിയൊരു സംസ്കാരം അഡാപ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ, അവരെ നമുക്ക് മനസ്സിലാകും അവർക്ക് ഈ നാട്ടിൻപുറമായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന നാട്ടിൽ നിൽക്കാനോ ഒന്നും താല്പര്യമില്ല. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയും ജീവിതശൈലിയും ഉണ്ട് എന്ന് അറിയാവുന്നവരാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ അവർക്കത് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ലക്ഷ്യമുണ്ടായിരിക്കും. അവർ ആ ലക്ഷ്യത്തിലായിരിക്കും കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. അതും ശരിയായ ഒരു രീതി തന്നെയാണ്. അതിപ്പോ നമ്മുടെ ഫാമിലി മൈൻഡ് സെറ്റ് മാറ്റാനാണെങ്കിലും അല്ലെങ്കിലും തങ്ങളുടെ ലക്ഷ്യങ്ങളെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. അതിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കുകയും ചെയ്യണം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് നോ പറയാൻ ഒരു മടിയും ഉണ്ടായിരിക്കുകയില്ല. സദാ ഇങ്ങനെ കണ്ടിന്യൂസ് ലേണിംഗ് ആയിരിക്കും അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതെന്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കും. പിന്നെ എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് അവർക്ക് തന്നെയാണ്. അവരവരുടെ സെൽഫ് അവയർനെസ്സിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്വയം നല്ലൊരു അവബോധമുള്ള വ്യക്തികളായി അവര് മാറുന്നതായിട്ടും കാണാൻ സാധിക്കും. പലപ്പോഴും ഫാമിലിയിലുള്ള അതേ മൈൻഡ് സെറ്റ് അപ്പാടെ കൊണ്ടുപോകാൻ നമുക്ക് കാലം മാറുന്നതിനനുസരിച്ച് പറ്റണം എന്നില്ല, അല്ലെ? അവിടെയൊക്കെ നമുക്ക് ചില തിരുത്തലുകൾ ആവശ്യമാണ്. അതിനു പകരം പലരും പാരന്റ്സിനെ അങ്ങ് കുറ്റം പറയും. പാരന്റ്സിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ പാരന്റ്സ് ആണെന്ന് കരുതി അവർക്ക് തെറ്റ് പറ്റില്ല എന്നൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കിയ ശരികളിലേക്ക് അവരെയും കൂടി നയിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വിൽ പവർ കാണിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. അപ്പൊ അതിന് സാധിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഫാമിലി മനോഭാവം കാരണം വളർച്ച തടസ്സപ്പെടുന്നു എന്ന തോന്നലുള്ളവര് ചെയ്യേണ്ട ഒരു കാര്യം.